ഒരുപക്ഷെ ഇപ്പോഴും വലിയ സംശയങ്ങൾ തുടരുന്ന ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് നേറ്റിവിറ്റി കാർഡ് എന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കത്തിൽ കേരളത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിലെ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നു എന്നതാണ് പ്രധാനമായും സർക്കാർ പറയുന്നത്. അപ്പോഴും ഈ അരുൺ സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഒരു നിയമസാധുതയൊക്കെ സംശയ നിഴലിൽ ആണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന നിലയിലൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ആരോപണം ഉയരുന്നുണ്ട്. വ്യാപകമായി ഈ കാർഡുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്ന ആരോപണമൊക്കെ നിലനിൽക്കുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തന കാലാവധി പൂർത്തിയാക്കുന്നു എന്ന് വാദിക്കാൻ പറ്റുന്ന ഒന്നായി നേറ്റിവിറ്റി കാർഡ് ബിൽ മാറുകയല്ലേ? പൂർണ്ണമായും അത് ശരിയാണ്. കാരണം രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ആധികാരികമായ തിരിച്ചറിയൽ രേഖ ആധാറാണ്. ആധാറിന് മുകളിൽ ഒരു രേഖയ്ക്കും നിയമപരമായ പ്രാബല്യമില്ല. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയാണ് ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാൻ പോകുന്നു. അത് ആധാറിന് ബദലല്ല, ആധാറിന് പകരമല്ല. പക്ഷേ ആധാർ പോലും ലഭിക്കാത്ത ആയിരങ്ങളുണ്ട്. പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിലൂടെ പൌരത്വം നഷ്ടപ്പെടുമെന്ന ആശങ്കയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊരു ഉറപ്പാണ്, സംസ്ഥാനത്ത് ആർക്കും പൌരത്വ നിയമ ഭേദഗതിയിലൂടെ ആരും സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്ന ഉറപ്പ് പലതവണ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും നൽകിയതാണ്. അതിനൊപ്പം തങ്ങൾ പൌരന്മാരാണ്, മലയാളികളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയായി മാത്രം ഇതിനെ കാണണം. കേന്ദ്രം സ്വാഭാവികമായും ആധാറൊക്കെ നൽകിയാൽ മാത്രമേ ഒരു പൌരന് നിലനിൽക്കാൻ കഴിയെങ്കിൽ പോലും സംസ്ഥാനത്തിന് അതൊരു രേഖയാണ്. അതിനുവേണ്ടി വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നു എന്ന വ്യാഖ്യാനങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷങ്ങൾ UDF-നൊപ്പം ചേരുമെന്ന വലിയ പ്രചരണമുണ്ട്. അത് ആശങ്കയുണ്ട്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ എക്കാലവും ചേർത്ത് നിർത്തിയത് അത് പൌരത്വ നിയമ ഭേദഗതി വന്നപ്പോഴാകട്ടെ, അതിനു മുമ്പ് ബാബറി മസ്ജിദ് തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് ഓരോ തവണയും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് നിർത്തിയത്, അവർക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയത് ഇടതുപക്ഷമാണ്. അത് ഇനിയും തുടരും എന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി തന്നെയാണ് നേറ്റിവിറ്റി കാർഡ് ബില്ല്. അതിന് നിയമസാധുതയൊക്കെ ഇനിയും ചോദ്യം ചെയ്യപ്പെടുന്ന ഉറപ്പാണ്. ഈ ഗവർണർ ഈ ബില്ലിന് അനുമതി നൽകണം. സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെയുള്ള ഒരു ബില്ലായതുകൊണ്ട് തന്നെ ഗവർണർ തടഞ്ഞു വയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് എത്ര പെട്ടെന്ന് നിയമമായി മാറാൻ അരുൺ, ഇതൊരു പരിധിവരെയെങ്കിലും കേന്ദ്ര സർക്കാരിന് കൂടി നൽകുന്ന ഒരു സന്ദേശമായി മാറുന്നുണ്ട്. അതായത് രാജ്യത്ത് BJPയെ എതിർക്കാൻ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന ഒരു സന്ദേശം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പക്ഷേ ഇത് കൃത്യമായൊരു പ്രതിരോധം തീർക്കുന്നു. ഞങ്ങൾ ഈ BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു, അങ്ങനെ എതിർക്കാൻ ഞങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് എന്നൊരു സന്ദേശം കൂടിയല്ലേ ഇടത് സർക്കാർ ഇതിലൂടെ നൽകുന്നത്? തീർച്ചയായിട്ടും അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നാകെയുള്ള സന്ദേശമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ അത് ഇടതുമുന്നണിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന വലിയ ആശങ്കകൾക്കിടെയാണ് LDF പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ, ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്ന വ്യാഖ്യാനങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യം ഇതാണ്: ആരാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചത്, ആരാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നത് എന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊപ്പം പറഞ്ഞു വന്ന ഒരു നിലപാടായിരുന്നു നേറ്റിവിറ്റി കാർഡ്. അതായത് പൂർണ്ണമായും ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കാൻ, നിങ്ങളെ ചേർത്ത് നിർത്താൻ ഇടതുപക്ഷമാണ് എക്കാലവും മുന്നിൽ നിന്നതെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്ന തീരുമാനമായിരുന്നു നേറ്റിവിറ്റി കാർഡ് ബിൽ. അത് നേറ്റിവിറ്റി കാർഡ് എന്ന ആശയം അത് റവന്യൂ വകുപ്പ് അതിന്റെ നടപ്പാക്കൽ ഏജൻസിയായി പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പാകുമോ എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് വെറും ഒരു പ്രഖ്യാപനമല്ല, അതിന് നിയമസാധുതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തി. അതാണ് ഈ സഭാ സമ്മേളനം ഇന്നലെ അവതരിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് ബിൽ. ഇനി സ്വാഭാവികമായും സഭ കടന്നു കഴിഞ്ഞു. ഇനി അത് എത്തേണ്ടത് ലോക്ഭവനിലേക്കാണ്. ഗവർണറുടെ അനുമതിയാണ് വേണ്ടത്. അവിടെ അതിനെ നിയമക്കുരുക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിപക്ഷത്തിനെതിരെ കോടതിയെ സമീപിച്ചേക്കാം. ഏതായാലും അപ്പോഴും രാഷ്ട്രീയ സന്ദേശം നൽകാൻ ഇതിലൂടെ സർക്കാരിനും ഇടതുമുന്നണി കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്.
യെസ്, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുന്നത്. അതായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരിന്റെ കാലയളവിലെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം പൂർത്തിയാകാൻ പോകുന്നത്. ആ സമ്മേളനം പിരിയുന്നതാകട്ടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നതിന് ഇടയിലാണ്. അതിനും ഇടയിൽ, അതായത് ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട 9 ബില്ലുകൾ അടക്കം സഭയിൽ ഇപ്പോൾ എത്തുകയും അത് പാസാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിൽ പാസാക്കിയ ഒന്നാണ് ഈ നേറ്റിവിറ്റി കാർഡ് എന്ന പ്രത്യേക തിരിച്ചറിയൽ കാർഡ്. അതായത് കേന്ദ്ര സർക്കാർ വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു സമയത്തു കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിൽ ഒരു ബിൽ അവതരണവും ആ ബിൽ പാസാക്കിയെടുത്തത് എന്നതുമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒന്ന്. അതായത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള രീതികൾ, ആ രീതികളുടെ ഭാഗമായി നിരവധി ആളുകൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടേക്കാം. അതിൽ വലിയൊരു ശതമാനവും ന്യൂനപക്ഷം ആകും എന്ന ആശങ്ക ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നേറ്റിവിറ്റി കാർഡ് എന്ന ബിൽ നിയമസഭയിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത്. എന്താണ് ഈ നേറ്റിവിറ്റി കാർഡ്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? എന്തിനൊക്കെയാണ് നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. അതായത് നേറ്റിവിറ്റി കാർഡ് എന്നാൽ അതൊരു ഐഡന്റിറ്റി കാർഡ് ആണ്. നമുക്കറിയാം, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇപ്പോൾ തന്നെ നമ്മൾ വിവിധ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആധാർ ആണ്. മറ്റൊന്ന് വോട്ടേഴ്സ് ID കാർഡ് എന്നതാണ്. പാൻ കാർഡുകൾ, ലൈസൻസുകൾ, ഇതെല്ലാം ID കാർഡുകളായി പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ തന്നെയുള്ള ഒരു ID കാർഡ്, ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് ഈ നേറ്റിവിറ്റി കാർഡ് എന്നതാണ്. പക്ഷേ മറ്റ് കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കാർഡ്. അതായത് ആധാർ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ലൈസൻസ്, ഇതൊക്കെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും പൗരന്മാർക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി കാർഡുകൾ ആണ്. എങ്കിൽ കേരള നേറ്റിവിറ്റി കാർഡ് എന്നത് ഒരു വ്യക്തി കേരളീയൻ ആണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡാണ്. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. അത് സേവനങ്ങൾക്ക് വേണ്ടി, സാമൂഹികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാറുണ്ട്. അതായത് ഇതേ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്ന സാക്ഷ്യപത്രം എന്നത് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുന്ന ആൾ ഒരു കേരളീയൻ ആണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. അതിന് സമാനമാകുന്ന തരത്തിൽ ഉള്ള ഒരു ഐഡന്റിറ്റി കാർഡ് ആണ് നേറ്റിവിറ്റി കാർഡ്. അതോടൊപ്പം മറ്റ് ചില വിവരങ്ങൾ കൂടി. സാധാരണ നിലയിൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ വിപുലമായ വിവരങ്ങൾ ഉണ്ടാകില്ല. മറിച്ച് ഈ അപേക്ഷ നൽകിയ ആൾ ഒരു കേരളീയൻ ആണ് എന്ന സാക്ഷ്യപത്രമാണ് എങ്കിൽ നേറ്റിവിറ്റി ഐഡന്റിറ്റി കാർഡിൽ ഒട്ടേറെ വിവരങ്ങൾ, ഈ വ്യക്തിയുടെ ഒട്ടേറെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഈ ഐഡന്റിറ്റി കാർഡിന്റെ പ്രത്യേകത. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ ഐഡന്റിറ്റി കാർഡ്, അതായത് കേരള നേറ്റിവിറ്റി ഐഡന്റിറ്റി കാർഡ് ലഭിക്കണമെങ്കിൽ എന്താണ് അതിനുള്ള യോഗ്യത എന്നതാണ്. കേരളത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ പൗരന്മാർക്കും ഈ നേറ്റിവിറ്റി കാർഡ് ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു മലയാളി, ഒരു കേരളീയൻ കേരളത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ അങ്ങനെ ജനിക്കുന്ന എല്ലാവർക്കും, ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഈ നേറ്റിവിറ്റി കാർഡ് സ്വന്തമാക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം കേരളത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതായത് കേരളത്തിൽ ജനിച്ച് വളർന്ന പല ആളുകളും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വിദേശത്ത് പോവുകയും അങ്ങനെ വിദേശത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വിദേശ പൗരത്വം സ്വീകരിച്ച കേരളീയൻ ആണ് എങ്കിൽ ആ വ്യക്തിക്ക് നേറ്റിവിറ്റി കാർഡ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വിദേശ പൗരത്വം സ്വീകരിക്കാത്തവർക്ക് മാത്രമായിരിക്കും ഈ നേറ്റിവിറ്റി കാർഡ് ലഭിക്കുക. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നമുക്ക് തന്നെ സംശയമുണ്ടാകാം, അതായത് കേരളത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും, നമ്മുടെ പല സഹോദരങ്ങളും ജോലി ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെയായി വിദേശത്ത് ഉണ്ടാകും. അതിൽ തന്നെ അവിടെ വെച്ച് ഗർഭിണികളാവുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഗർഭധാരണം ധരിച്ചവരോ ഒക്കെ വിദേശത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ പ്രസവിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ കേരളത്തിലല്ലല്ലോ ആ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ നേറ്റിവിറ്റി കാർഡ് ലഭിക്കുമോ എന്ന സംശയമുണ്ടാകും. തീർച്ചയായും നേറ്റിവിറ്റി കാർഡ് ലഭിക്കും. അതായത് മലയാളികൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളീയർ ആയിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കൾ ആണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണ് ഈ കുഞ്ഞ് വിദേശത്ത് ജനിക്കുന്നത് എങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് വിദേശ പൗരത്വം ഇല്ല എങ്കിൽ
പലപ്പോഴും വിദേശത്ത് ജനിക്കുന്ന കുട്ടികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ രാജ്യം ഏറ്റെടുക്കുകയും അങ്ങനെ അവിടുത്തെ പൗരത്വം ലഭിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പൗരത്വം ഇല്ല എങ്കിൽ തീർച്ചയായും അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് നേറ്റിവിറ്റി കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ മിശ്ര വിവാഹം എന്നതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ ആളുകൾ വിവാഹം ചെയ്യാറുണ്ട്. അങ്ങനെ ഭാര്യ ഇന്ത്യക്കാരി എങ്കിൽ ഭർത്താവ് ഒരു പക്ഷേ വിദേശിയാകാം, അല്ലെങ്കിൽ ഭർത്താവ് ഇന്ത്യക്കാരൻ എങ്കിൽ ഭാര്യ വിദേശിയാകാം. അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങൾ ഇപ്പോൾ ധാരാളമായി നടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവർ ആകണം. അതോടൊപ്പം തന്നെ വിദേശ പൗരത്വം സ്വീകരിക്കാത്ത ആളും ആകണം. അതായത് ഇപ്പോൾ വിദേശത്ത് ഉള്ള ഒരു ഭർത്താവ്, കേരളത്തിൽ ഉള്ള ഭാര്യ, ഈ ഭാര്യയ്ക്ക് വിദേശ പൗരത്വം ഇല്ല, അവർ കേരളീയ സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു, ആ കുട്ടി കേരളത്തിൽ ജനിച്ച് വളരുന്നു, ആ കുട്ടിക്ക് വിദേശത്ത് പൗരത്വവുമില്ല എങ്കിൽ തീർച്ചയായും ആ കുട്ടി ഒരു കേരളീയൻ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി എന്ന നിലയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അവിടെയും ആ കുട്ടിക്ക് ഐഡന്റിറ്റി കാർഡ് ലഭിക്കും. ഇതാണ് ഈ ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിനുള്ള ഒരു യോഗ്യതയുടെ പശ്ചാത്തലം. ഒരു പക്ഷേ ഈ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലൊക്കെ പിന്നീട് ഭേദഗതികൾ വരുത്താം. ഇപ്പോൾ തന്നെ നമ്മൾ കുട്ടികൾ ആശുപത്രിയിൽ ജനിക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ സ്വന്തമാക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നേക്കാം. ഇതൊരു തുടക്കമാണ്. അതായത് ഇത് വിവരിക്കുമ്പോൾ കൂടി ഒരു കാര്യമൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇതിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ഈ കാർഡ് പിൻവലിക്കേണ്ട പശ്ചാത്തലം ഉണ്ടാകാം. ഇത് ഒരു ബില്ലായി അവതരിപ്പിക്കുന്നു, ഒരു പുതിയ നീക്കം ആണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആ നീക്കം വിജയിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയണം. എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ഒരു നേറ്റിവിറ്റി കാർഡ് ലഭിക്കണമെങ്കിൽ ഇപ്പോഴത്തെ പൗരന്മാർ അപേക്ഷ നൽകേണ്ടതുണ്ട്. അതിന് തഹസിൽദാർ മുൻപാകെ ആണ് ഇത്തരം അപേക്ഷകൾ നൽകേണ്ടത്. ആ അപേക്ഷയോടൊപ്പം നിലവിൽ പല രേഖകളും നമ്മൾ സമർപ്പിക്കേണ്ടതായി വരും. അങ്ങനെ രേഖകളോടൊപ്പം ഫീസും നൽകിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നേറ്റിവിറ്റി കാർഡ് ലഭിക്കാൻ പോകുന്നത്. ഒപ്പം ഈ നേറ്റിവിറ്റി കാർഡിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് തഹസിൽദാറിനോ മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന ഒരു സമിതി, ആ സമിതിയായിരിക്കും ഈ പരാതികൾ ഒക്കെ പരിഹരിക്കാൻ പോകുന്നത്. നമ്മൾ നേറ്റിവിറ്റി കാർഡിന് തഹസിൽദാറിന് അപേക്ഷ നൽകുന്നു, അപ്പോൾ കുറേ സംശയങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ അത് പെൻഡിങ് ആവുന്നു എങ്കിൽ അതിനൊരു അതോറിറ്റി ഉണ്ടാകും. ആ അതോറിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല, നേറ്റിവിറ്റി കാർഡിൽ തെറ്റായ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ അത്തരം നീക്കങ്ങളും നടക്കാമല്ലോ. അപ്പോൾ അത്തരം വിവരങ്ങൾ കൂടി പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അത് ശിക്ഷാർഹമാകുന്ന വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സംവിധാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ഇവിടെ ഈ നേറ്റിവിറ്റി കാർഡ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതൊരു ഐഡന്റിറ്റി കാർഡാണ്. ആ ഐഡന്റിറ്റി കാർഡ് നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മളൊരു കേരളീയനാണ് എന്ന് എവിടെയും തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, നമ്മുടേത് ഒരു ഫെഡറൽ സംവിധാനമാണ്. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ആണ് നമുക്കെല്ലാവർക്കും ബാധകമാകുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വേണ്ടിയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ആ ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രത്യേക അധികാരം മാത്രമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് ഈ നേറ്റിവിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്തൊക്കെ സേവനങ്ങൾക്ക് വേണ്ടി ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ ഒരു വിജ്ഞാപനം ഇറക്കുമെന്നും ആ വിജ്ഞാപനത്തിലായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായ രൂപമുണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേരാൻ തയ്യാറെടുക്കുന്നു. അവിടെ ഈ നേറ്റിവിറ്റി കാർഡ് നൽകിയാൽ മതിയോ? അതിൽ നിന്ന് തന്നെ നമ്മൾ മലയാളിയാണ് അല്ലെങ്കിൽ കേരളീയനാണ് എന്ന് വ്യക്തമാവുകയാണോ? നമ്മുടെ സ്ഥലം എവിടെ, സ്വദേശം എവിടെ എന്നതൊക്കെ വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുമോ? നമുക്കൊരു സേവനം ലഭിക്കുന്നു, ഒരു സർവീസ് ലഭിക്കുന്നു, ആ സർവീസിന് വേണ്ടി നമ്മൾ ഈ ഐഡന്റിറ്റി കാർഡ് നൽകിയാൽ മതിയോ? ഞാനിപ്പോൾ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നു. ആ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളൊരു കേരളീയനാണ് എന്ന് തെളിയിക്കുന്ന രേഖ വേണം എന്ന് പറയുമ്പോൾ ആ രേഖയായി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇനി ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മുടെ കുട്ടികളടക്കം, നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്രയോ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ഈ നേറ്റിവിറ്റി കാർഡ് നൽകിയാൽ മതിയോ? അത് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുവെങ്കിൽ, അതായത് KP അഭിലാഷ് എന്ന എനിക്ക് ഒരു നേറ്റിവിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്വതന്ത്രനാകുന്നു, കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് ഉപയോഗിക്കുന്നു, കേരളത്തിലെ എല്ലാ ആവശ്യങ്ങളും ഈ കാർഡുകൾ ഉപയോഗിച്ച് എനിക്ക് അനായാസം നടത്താൻ പറ്റുന്നു. പക്ഷേ ഇതേ ഞാൻ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവിടെ വേണ്ട പല സർട്ടിഫിക്കറ്റുകളും ഞാൻ കരുതിയിട്ടുണ്ടാകില്ല. കാരണം എൻ്റെ പക്കൽ ഈ നേറ്റിവിറ്റി കാർഡ് ഉള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. പക്ഷേ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഡൽഹിയിലോ UP യിലോ ഒക്കെ എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റുകൾ പല രൂപത്തിലും ഭാവത്തിലും ഉള്ളതായിരിക്കും. അതിന് പകരം ഈ നേറ്റിവിറ്റി കാർഡ് നൽകിയാൽ അത് സ്വീകരിക്കുമോ എന്നതാണ് ഈ സംശയം ഉണ്ടാക്കുന്ന കാര്യം. അതായത് ദേശീയ തലത്തിൽ ഇത് അംഗീകരിക്കപ്പെടുമോ എന്നത് ഇപ്പോഴും വ്യക്തതയില്ല. നിയമപരമായ സാധുത, അതായത് ഒരു രാജ്യത്ത് ആണ് ഇത്തരത്തിലൊരു കാർഡ് നിലനിൽക്കുന്നത്, ഇതൊരു പുതിയ നീക്കമാണ്, അങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്നു എന്ന ആക്ഷേപം ഉണ്ടാകുമോ എന്നതിലും വ്യക്തതയില്ല. നിയമപരമായി ഇത് ചലഞ്ച് ചെയ്യപ്പെടുമോ? കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷ എന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ വ്യാജ ഡോക്യുമെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് താമസിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നമുക്ക് നിഷേധിക്കാനാവില്ല. കേരളത്തിൽ പോലും പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എത്രയോ ആളുകൾ ഐഡന്റിറ്റി വ്യക്തമാകാതെ താമസിക്കുന്നു. അവർ ഒരു പക്ഷേ വിദേശത്ത് നിന്നൊക്കെ വന്നവർ ആകാം. അപ്പോൾ വിദേശത്ത് നിന്ന് എത്തുന്ന ആളുകളിൽ പലരും വ്യാജ ID കാർഡുകൾ നിർമ്മിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നിരവധിയായ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ കേരളത്തിൽ എത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്കുണ്ടാകുന്ന മക്കളുടെ പേരിലോ ഒക്കെ വ്യാജമായ ID കാർഡുകൾ ഉണ്ടാക്കുമോ, അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന സംശയമൊക്കെ ചില കോണുകളിൽ നിന്ന് എങ്കിലും ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതിനെല്ലാം കൃത്യമായ, അതായത് വ്യാജ ID കാർഡുകൾ നിർമ്മിക്കാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. അത്തരം പശ്ചാത്തലം എല്ലാം ഒരുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ ഈ ID കാർഡുമായി ബന്ധപ്പെട്ട് ഹർജികൾ എത്തുകയാണെങ്കിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് അത് പോകും. അങ്ങനെയെങ്കിൽ അത് സുപ്രീം കോടതി വരെ എത്തിയേക്കാം. ഒപ്പം ഗവർണറാണ് ഈ ബില്ലുകളിൽ ഒപ്പുവെക്കേണ്ടത്. ഗവർണറിന് ഇതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടാകാം. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ ആ ബില്ല് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിൻ്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയും അതിൽ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നേറ്റിവിറ്റി കാർഡ് ബിൽ ഇപ്പോൾ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു എങ്കിൽ പോലും അത് നിയമമാകണമെങ്കിൽ ഒരു മലയാളിയുടെ കയ്യിലേക്ക്, ഒരു കേരളീയൻ്റെ കയ്യിലേക്ക് നേറ്റിവിറ്റി കാർഡ് വരണമെങ്കിൽ കടമ്പകൾ ഏറെയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.